ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നെന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് നമ്മൾ ഇതുവരെയും ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയും നിങ്ങളത് കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി തൊട്ട് നമ്മൾ അങ്ങനെയല്ല, വർക്ക് ചെയ്യാനും കൂടെ തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഒന്ന് ഫ്രീ ആയിട്ടുള്ളതുണ്ട്, ഒന്ന് പെയ്ഡും ഉണ്ട്. അപ്പോൾ പെയ്ഡിൽ ഡെയിലി ഞാൻ ഇതുപോലത്തെ വർക്കൗട്ടുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾ വളരെയധികം സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും കൂടി ഞാൻ കുറച്ച് വർക്കുകൾ കൊടുക്കുന്നില്ല. അപ്പോൾ അവരും അതൊക്കെ ചെയ്ത് ഒന്ന് ജീവിതം ഒന്ന് ഉഷാറാകട്ടെ, അങ്ങനെയുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കുറച്ച് വർക്കുകൾ ഡെയിലി തരാം. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ്. എനിക്കറിയാം നമുക്കൊന്നും സമയമില്ല, നമുക്ക് വേണ്ടി ചിലവാക്കാൻ നമുക്ക് തീരെ സമയമില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വേണ്ടി ഡെയിലി നമ്മൾ കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ലൈഫിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാകുള്ളൂ. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സസൈസുകൾ നിങ്ങൾക്ക് ഡെയിലി തരാം. എനിക്ക് അറിയാം, നിങ്ങൾക്ക് മടിയുള്ള കൂട്ടത്തിലുള്ള ഒരുപാട് പേരുണ്ടെന്ന്. ഞാനും അക്കൂട്ടത്തിലുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഇനിയത്തെ കാലഘട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡെയിലി നിങ്ങൾക്കൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 21 ദിവസം ഞാൻ രാവിലെ 11:15 ആകുമ്പോൾ 15 ആകുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഡെയിലി വീഡിയോ ഇടും. അതിൽ ഓരോ ദിവസവും ഓരോ എക്സസൈസുകളുണ്ടാകും. ആ എക്സസൈസ് ഓരോ ദിവസവും നിങ്ങളൊരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നിങ്ങളത് വർക്ക് ചെയ്യുക. ആ ഏരിയയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ ബ്ലോക്ക് ഉള്ളത് ആ ഏരിയയിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത് ആ ഏരിയയിൽ കൂടുതൽ വർക്ക് ചെയ്യുക. അപ്പോൾ അത് കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം തേടുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഏരിയകളിലായിരിക്കും ബ്ലോക്ക് വരിക. അപ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അതുപോലെ ലിമിറ്റിംഗ് ബിലീഫുകളെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക. അത് നമ്മളെങ്ങനെയാണ് തിരുത്തുക, അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കിതൊക്കെ തിരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിനുള്ള സിമ്പിൾ ടെക്നിക്കുകൾ, അതുപോലെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതിൻ്റെ ഉള്ള ടെക്നിക്കുകളും ഒക്കെ ആയിട്ടായിരിക്കും ഇനിയത്തെ ദിവസം ഞാൻ വരുന്നത്. ഇതെൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ എൻ്റെ ഫസ്റ്റ് ബാച്ച് 300ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അവരും ഒരു മാസം വർക്കൊക്കെ ചെയ്തവരാണ്. അവരിനി വെറുതെ ഇരുന്നാൽ വീണ്ടും അവർ താഴോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അവർക്കും വേണ്ടി ആണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള 21 ദിവസത്തെ ചലഞ്ച് ഇന്ന് തൊട്ട് ആരംഭിക്കാം. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ഈ ഡേ 1 നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഇന്നത്തെ വർക്കെന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, സ്റ്റക്കായി നിൽക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഓരോന്നും വഴിയെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഏത് ഏരിയയിലാണ് ബ്ലോക്കായി നിൽക്കുക എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, അല്ലേ? എന്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തക്ക രീതിയിൽ നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായി നിൽക്കുക എന്നത് കണ്ടുപിടിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റക്കെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്കറിയാം, എന്ത് മാറ്റം വേണമെന്നും നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ അറിയാം. നിങ്ങൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ കാണുന്നുണ്ട്, അങ്ങനെ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ വീണ്ടും നിങ്ങൾ നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്.
വീണ്ടും തിരികെ നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുന്നു, വീണ്ടും തിരികെ നിങ്ങൾ നിന്നിടത്ത് തന്നെ എത്തുന്നു, വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു, എത്തിയിടത്ത് തന്നെ വീണ്ടും എത്തുന്നു. അങ്ങനെ നിങ്ങൾ കുറേ നാൾ കൊണ്ട് നിങ്ങൾ ആ ഒരു പാത്തിലാണ്. അപ്പം നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, ഓ എന്തിനിറങ്ങി തിരിച്ചാലും തടസ്സമാണ്. ആ ഒരു തടസ്സത്തിനെയാണ് നമ്മൾ സ്റ്റക്കാവുക, ബ്ലോക്ക് ആവുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു തടസ്സം എന്തുകൊണ്ടായിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവുക? ചിലപ്പോൾ നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ് ആയിരിക്കാം. അതായത് പരിമിതമായിട്ടുള്ള വിശ്വാസത്തിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പണ്ട് എപ്പോഴെങ്കിലും ഒരു കാലത്ത് അത് ചെയ്ത് പരാജയപ്പെട്ട ഒരു അനുഭവം ഉണ്ടാവാം, ഒരു ദുരനുഭവം ഉണ്ടാവാം. അത് വരുമ്പോഴും നമുക്കത് പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഓർമ്മയിലേക്ക് വരും. അങ്ങനെ നമുക്ക് സ്റ്റക്കാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറ്റബോധം കാണാം, കുറ്റബോധം ഉണ്ടാകും. ആ ഒരു എന്തെങ്കിലും ഇപ്പം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല കുറ്റബോധം, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കുറ്റബോധം മറ്റൊരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലതും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. പിന്നെ റിജക്ഷൻ ഉണ്ടാകുമോ, ഞാനിത് ചെയ്താൽ പരാജയപ്പെടുമോ, റിജക്റ്റായി പോകുമോ എന്നുള്ളൊരു പരാജയ പേടി. പിന്നെ എനിക്കിതിനൊന്നുള്ള അർഹതയില്ല എന്നുള്ള സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ ബോധ മനസ്സിൽ അത് തോന്നിക്കൊള്ളണം എന്നില്ല, പക്ഷെ ഉപബോധ മനസ്സ് ഇരുന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്കിതിന് അർഹതയുണ്ടോ, ഞാനിതിന് അർഹതയുള്ളതാണോ എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഡേ 1 പ്രധാന ലക്ഷ്യം നമ്മൾ പരിഹരിക്കുക എന്നുള്ളതല്ല, ഇന്ന് നമ്മൾ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല, പ്രശ്നം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമുക്കിപ്പോൾ ഒരു അസുഖത്തിന് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അസുഖം കണ്ടുപിടിക്കുക. യഥാർത്ഥ അസുഖം കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന് യഥാർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അസുഖം കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ സ്റ്റക്ക് എവിടെയാണ്, നമ്മൾ സ്റ്റക്ക് ഏത് ഏരിയയിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് പ്രധാന. പിന്നീട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ മാത്രം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വളരെയധികം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 21 ദിവസങ്ങളാണ് നമ്മൾ ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് ബ്ലോക്കുള്ള ഏരിയകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്റ്റക്കായി നിൽക്കുന്നതെന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കുക. നമുക്ക് പല ഏരിയകളായിട്ട് തിരിച്ച് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അപ്പം ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് മണി ഏരിയ, പൈസയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബ്ലോക്കിലാണോ നിങ്ങളുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ടെൻഷനുണ്ടോ? ഫ്യൂച്ചറിൻ്റെ എന്താകും, നാളെ എന്താകും, കടം കൊടുക്കാനുള്ളവർക്ക് എങ്ങനെ കൊടുക്കുമെന്നുള്ളത് സ്ഥിരമായിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് പണത്തെക്കുറിച്ച് ടെൻഷൻ ഉണ്ടോ? പൈസ എന്ന് പറയുന്ന ഒരു എനർജിയെക്കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാറുണ്ടോ? പൈസ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാണോ? അതാണ് എത്ര കിട്ടിയാലും മതിയാകില്ല എന്ന്, അല്ലെങ്കിൽ എത്ര കിട്ടിയാലും പോരാ എന്ന്. രണ്ടാമത്തതാണ് നമുക്ക് എത്ര പൈസ കിട്ടിയാലും ചിലവായി തീരുന്നു, എത്ര കിട്ടിയാലും തികയുന്നില്ല. നമുക്ക് കൂടുതൽ പേർക്കും അങ്ങനെ തോന്നാറുണ്ടല്ലോ, എത്ര സാലറി കിട്ടുന്നു 1-ാം തീയതി ആകുന്നതിന് മുമ്പേ അത് ചിലവായി പോകുന്നു, അല്ലേ? അങ്ങനെയല്ലേ, എപ്പോഴും അങ്ങനെ ആണല്ലോ, മണി ബ്ലോക്ക് ഉള്ളവർക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ രണ്ടാമത്തത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, പണത്തെക്കുറിച്ച് ടെൻഷൻ ഉണ്ടോ? യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ട്. രണ്ടാമത്തത്, എത്ര കിട്ടിയാലും മതിയാകില്ല, എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥയാണോ? അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ട്. പിന്നെ മൂന്നാമത്തത്, നമ്മൾ വളരെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനുള്ള ഏണിങ്സ് നമുക്ക് കിട്ടുന്നില്ല, അതിനുള്ള ഇൻകം നമുക്ക് വരുന്നില്ല എന്ന് തോന്നാറുണ്ടോ? നമ്മൾ അധ്വാനിക്കുന്നതിന് തത്തുല്യമായ വേതന നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതായത് നമ്മൾ ചെയ്യുന്ന സർവീസ്, നമ്മൾ ചെയ്യുന്ന ജോലി, അതിനൊക്കെ അനുസൃതമായിട്ടുള്ള പണം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ, അതാണ് മൂന്നാമത്തത്. ഇനി നാലാമത്തത്, പൈസയൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യത്തിന് പൈസയൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് സേവ് ചെയ്യാനേ പറ്റില്ല. മന്ത് എൻഡ് ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ചിലവ് വന്ന് ആ പൈസ കംപ്ലീറ്റ് തീരും. അപ്പം നാലാമത്തത് സേവ് ചെയ്യാൻ പറ്റാത്തത്. അഞ്ചാമത്തത്, ചിലവ് ചെയ്യുമ്പോൾ
കുറ്റബോധം വരും. എത്ര പൈസ ചിലവാക്കുമ്പോൾ നമുക്ക് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. എപ്പോഴും ഒരു കുറ്റബോധമാണ്, അയ്യോ ഞാൻ ഇത്ര രൂപ കൊടുത്ത് ആ സാധനം വാങ്ങേണ്ടിയില്ലായിരുന്നു, ഇത്ര രൂപ കൊടുത്ത് ഞാൻ എന്തിനാ ഈ സാധനം വാങ്ങിയെന്ന് എപ്പോഴും ഒരു ഗിൽറ്റ് ഫീലിങ്സ് തോന്നാറുണ്ടോ? ചിലവാക്കുന്നതിൽ നമ്മൾ വരവും ചിലവും, നമ്മൾ ചിലവ് ചെയ്യുമ്പോഴേ നമുക്ക് വരവുണ്ടാവുകയുള്ളൂ. നമ്മൾ മണി എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം മണിയെ നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും സ്പെൻഡിങ്ങും ഗീവിങ്ങും റിസീവിങ്ങും രണ്ട് എനർജിയും ഒരുപോലെ ആകുന്ന സമയത്താണ് നമുക്ക് മണി ഫ്ലോ ഉണ്ടാകുന്നത്. ഗീവിങ് എനർജിയും റിസീവിങ് എനർജിയും ഒരേ ഫ്രീക്വൻസിയിൽ വരുമ്പോഴാണ് നമുക്ക് മണി ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചിലവാക്കുന്നതിൽ ഒരിക്കലും കുറ്റബോധം വിചാരിക്കാൻ പാടില്ല. പൈസ ചിലവാക്കുന്നതിൽ കുറ്റബോധം ഉള്ളത് ഒരു മണി ബ്ലോക്കാണ്. പിന്നെ നമുക്ക് പൈസ കിട്ടുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ ഒരു ഗിൽറ്റ് ഗിൽറ്റി ഫീലിങ്സ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്കിതിന് അർഹതയില്ല, ഞാൻ ഈ അർഹിക്കുന്നതിലും കൂടുതൽ ഇതാണോ വാങ്ങുന്നത് എന്നുള്ളൊരു സംശയം നമുക്കെപ്പോഴും. പൈസ ചില സർവീസൊക്കെ കൊടുക്കുമ്പോൾ അയ്യോ ഞാൻ ഇത്രയും കൂലി വാങ്ങണമായിരുന്നോ, ഇത് കൂടിപ്പോയായിരുന്നോ, ഇങ്ങനെ ഞാൻ ചെയ്യണമായിരുന്നോ എന്ന് പൈസയെ സംബന്ധിച്ചിട്ടുള്ള കുറ്റബോധം, അതും മണി ബ്ലോക്കിന് കാരണമാണ്. പിന്നെ പൈസ കൈവശത്ത് നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ സംസാരം, പെരുമാറ്റം, കാര്യം എൻ്റെ കയ്യിൽ എത്ര രൂപ വന്നാലും നിൽക്കുകയില്ല. ചിലരൊക്കെ പറയാറുണ്ട് എൻ്റെ കൈ ഓട്ടക്കൈയാണ്, പൈസ വന്നാൽ അപ്പം തന്നെ അങ്ങ് ചിലവായി തീരുമെന്ന് നമ്മൾ നിരന്തരം പറയുക, ചിന്തിക്കുക എന്ന് പറയുന്നത് മണി ബ്ലോക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് മണി ബ്ലോക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയാനുള്ള നിങ്ങളോടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണി ഏരിയയിൽ സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ രണ്ടിലധികമോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാമോ നിങ്ങൾക്ക് എസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ എത്ര എസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ മണി ബ്ലോക്ക് എത്ര ഡീപ്പാണ്, എത്ര കുറവാണ് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് തന്നെ ചോദിച്ച് ഉത്തരം എഴുതി അതിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് എല്ലാത്തിനും എസ് ആണെങ്കിൽ നിങ്ങൾ വളരെയധികം മണി ബ്ലോക്കിലാണ് നിൽക്കുന്നത്. ഇനി ഒരു 4 എണ്ണം എസ്സും 3 എണ്ണം നോയും ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്, ആവറേജാണ്. എന്നാൽ മണി ബ്ലോക്ക് ഉണ്ട്, ആ ഏരിയയിൽ നിങ്ങൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് റിക്കവറായി കിട്ടും. 1 or 2 ഒക്കെ ഏരിയ എല്ലാവർക്കും ഒക്കെ ബ്ലോക്ക് ആയിരിക്കും, അത് മാറിക്കൊണ്ടേ ഇരുന്നുള്ളൂ. അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. അതിൽ കൂടുതലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മണി ഏരിയയിൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം പറഞ്ഞ് ലിമിറ്റിംഗ് ബിലീഫൊക്കെ അതൊക്കെ നമുക്കിനി വഴിയേ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനൊക്കെ വഴിയേ ഞാൻ പറഞ്ഞു തരും. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മണി ബ്ലോക്കിനെ കുറിച്ച്, മണിയെക്കുറിച്ച് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത് നമ്മൾ റിലേഷൻഷിപ്പിലാണ് വരുന്നത്. റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരോട് തുറന്നു പറയാനോ, സ്വന്തമായിട്ട് ഇപ്പോൾ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാനോ, കരച്ചിൽ വന്നാൽ കരയാനോ, ചിരി വന്നാൽ ചിരിക്കാനോ, സന്തോഷം വന്നാൽ ചിരിക്കാനോ ഒക്കെ നിങ്ങൾക്ക് ഒരു മടിയാണ്, എന്തോ ഒരു തടസ്സം പോലെ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ മറ്റുള്ളവരോട് അത് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ട്, എനിക്ക് എന്തോ ഒരു വിഷമം വരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട് എന്ന് തുറന്നു പറയാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ ബ്ലോക്ക് ഉള്ളവരാണ്. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് നമുക്ക് തന്നെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്ന ഫീലിങ്സ്. ഇപ്പോൾ വീട്ടിൽ അമ്മായിയമ്മ ഉണ്ടെങ്കിൽ അമ്മായിയമ്മയെ ട്രീറ്റ് ചെയ്ത് നമ്മളങ്ങ് ശ്വാസം മുട്ടുകയാണ്, നമുക്ക് പറ്റുന്നില്ല. എന്നാലും നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യുവാണ്. അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥ. മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയുക, എന്നെക്കുറിച്ച് സന്തോഷിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ വിഷമങ്ങളും വേദനകളും മറന്ന് അവരിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. അത് നമ്മളുടെ റിലേഷൻഷിപ്പ് ബ്ലോക്കാണ്. എക്സ്ട്രാ ശ്രമിക്കുക. സാധാരണഗതിയിൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം. ഇത് 1 way മാത്രമാണ്. അങ്ങനെയുള്ളൊരവസ്ഥ.
പിന്നെ ബൗണ്ടറി വെക്കാൻ, അതായത് അതിര് തിരിക്കാൻ. ഒരാൾക്ക് നമ്മളുടെ ലൈഫിലേക്ക് കയറി വരുമ്പം അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം നമ്മൾ പറയും, അതായത് ഒരു അതിര് തിരിക്കുക എന്ന് പറയും. അങ്ങനെയില്ല, നമ്മുടെ എല്ലാ കാര്യത്തിലും അവർ കയറി ഇടപെടുകയാണ്, അതിനെ നോ പറയാൻ നമുക്കൊരു മടിയാണ്, അതിനെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് പേടിയുണ്ടോ? പിന്നെ ഇനി റിജക്ഷൻ, നമ്മളെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലയോ, നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ലേ എന്നുള്ളൊരു ഭയം നമുക്കുണ്ടോ? ബന്ധത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി നമുക്ക് തോന്നാറുണ്ടോ? ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് ബ്ലോക്കാണ്. പാറ്റേൺ ആയിട്ട് ചില റിലേഷൻസ് നമുക്ക് വരും. ചില നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് ഉള്ളവർ ലൈഫിൽ തുടർച്ചയായിട്ട് വരിക. ഇപ്പോൾ ചിലപ്പോൾ അമ്മ, അച്ഛൻ അവരൊക്കെ നാർസിസിസ്റ്റ് ആയിരിക്കും, അവരിൽ ആരെങ്കിലും നാർസിസിസ്റ്റ് ആയിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പാർട്ട്ണറെ എടുക്കുമ്പോൾ പാർട്ട്ണർ നാർസിസിസ്റ്റ് ആവുക എന്നൊക്കെ പറയുന്നത് ഒരു പാറ്റേൺ ആണ്. റിലേഷൻഷിപ്പിൽ ശക്തമായ ബ്ലോക്ക് ഉള്ളവർക്കാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരേ പാറ്റേണിലുള്ള റിലേഷൻഷിപ്പ് കിട്ടുക. ഇനി അടുത്ത്, അപ്പോൾ ഇത്രയാണ് റിലേഷൻഷിപ്പ് ബ്ലോക്ക്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്ലോക്കിലാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഏരിയയിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അടുത്ത് മൂന്നാമത്തത് വരുന്നത് നമ്മുടെ കരിയർ, ജോലി സംബന്ധമായിട്ടുള്ള ബ്ലോക്കാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനിടങ്ങുമ്പോൾ നമുക്ക് തടസ്സം വരിക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കരിയർ ബ്ലോക്ക്. കൈക്കെത്തി വായ്ക്കെത്തിയില്ല എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കിട്ടുകയും ചെയ്തു, എന്നാലോട്ട് അതിലോട്ട് ഇറങ്ങാനും പറ്റിയില്ല, തടസ്സമായിട്ട് നിൽക്കുക എന്നുള്ളത്. പിന്നെ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതും കരിയർ ബ്ലോക്കാണ്. നമ്മൾ ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ എങ്ങനെയാണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് ഒരു സ്റ്റാർട്ട് കിട്ടുക എന്നറിയില്ല. അങ്ങനത്തെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് കരിയറിൽ സ്റ്റക്കായി നിൽക്കുന്നത്. പിന്നെ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുമോ, ഈ പ്രായത്തിൽ എനിക്കിതൊന്നും പറ്റൂല, എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കൂല, അങ്ങനെ എക്സ്ക്യൂസസ് പറയും. ഈ ജോലി ചെയ്താൽ മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കഴിവുണ്ടെങ്കിലും നമ്മളെ തന്നെ ചെറുതായിട്ട് കാണിക്കുന്നത്. പിന്നെ അടുത്തത് സ്ഥിരതയില്ലായ്മ. ഇന്ന് ചെയ്യും നാളെ ചെയ്യില്ല, അങ്ങനെ ഒരു സ്ഥിരതയില്ലായ്മ, കരിയർ സംബന്ധമായിട്ട് സ്ഥിരതയില്ലായ്മ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കരിയറിൽ പ്രധാനമായിട്ട് ബ്ലോക്ക് ആകുന്നത്. മണി ബ്ലോക്ക് മാറ്റുമ്പോൾ തന്നെ നമ്മളുടെ കരിയർ ബ്ലോക്ക് മാറിക്കോളും. അപ്പോൾ കരിയർ ബ്ലോക്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ മണി ബ്ലോക്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മണി ബ്ലോക്ക് നിങ്ങൾക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ കരിയർ ബ്ലോക്ക് മാറിക്കിട്ടും. എന്നാലും കരിയറിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് കരിയറിൽ എത്രത്തോളം നിങ്ങൾ ബ്ലോക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി അടുത്ത നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ ഏരിയയാണ്. ആരോഗ്യം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ഹെൽത്തിന് നിങ്ങൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നു, എക്സസൈസ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഡയറ്റ്, ഇതിനൊക്കെ നിങ്ങൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നു, നിങ്ങൾ അതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നതല്ലാതെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ജിമ്മിൽ പോകണം, നാളെ പോവാം, ഈ മാസം തൊട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? പിന്നെ അതുപോലെ ഡയറ്റ് എടുക്കാം, നാളെ എടുക്കാം ഡയറ്റ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ തുടങ്ങി വെക്കും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാത്തൊരവസ്ഥ, അത് ആരോഗ്യത്തിൻ്റെ ബ്ലോക്കാണ്. പിന്നെ അടുത്ത ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ വണ്ണം വെച്ചു, ഇനി ഞാൻ വണ്ണം വെച്ചു, ഇനി ഇത് കുറയ്ക്കാനൊന്നും സാധിക്കുകയില്ല. അതുപോലെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഈ അസുഖം ഇനി മാറാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അതുപോലത്തെയൊക്കെ അസുഖം വന്നവർ ചിലപ്പോൾ ഇനി ഇത് മാറുന്നില്ല, ഇതിനി ജീവിതകാലം എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? പിന്നെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മനസ്സിൽ കുറ്റബോധം, അയ്യോ ഞാനിത് റെസ്റ്റ് എടുക്കാൻ പാടില്ല, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്ന തരത്തിൽ മനസ്സിന് കുറ്റബോധം വരുന്ന ഒരു അത് തോന്നാറുണ്ടോ? കുറ്റബോധം തോന്നാറുണ്ടോ? ഇനി ശരീരം എന്തെങ്കിലും സിഗ്നൽ കാണിച്ചാൽ അതിനെ അവഗണിക്കാറുണ്ടോ നിങ്ങൾ? നമ്മളുടെ ശരീരം സിഗ്നൽ കാണിക്കുന്ന ചെറിയ സിഗ്നലിലൂടെ നമ്മുടെ വലിയ അസുഖങ്ങളെ പുറത്തേക്ക് കാണിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം സിഗ്നലുകളെ നിങ്ങൾ അവഗണിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്ത് ബ്ലോക്കിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല എന്ന് എപ്പോഴും സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊരു അടുക്കും ചിട്ടയില്ല എന്നൊക്കെ എപ്പോഴും സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് ഹെൽത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിലേതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹെൽത്ത് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്തത്, നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടോ? ആൾക്കാരുടെ മുന്നിൽ ചെല്ലുമ്പം നിങ്ങൾക്ക് സംസാരിക്കാനൊരു മടി, പരിചയപ്പെടാനൊരു മടി, ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കയറി ചെല്ലാൻ ഒരു മടി, അങ്ങനെ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ മടി, ഞാൻ വിജയിക്കുമോ എന്നുള്ള ഒരു പേടി, അങ്ങനെ ഡിസിഷൻ എടുത്തിട്ട് തന്നെ അത് മാറ്റി 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 വയ്ക്കുക, സെൽഫ് ഡൗട്ട് കാരണം ഞാൻ ഏറ്റെടുത്ത ഇത് വിജയിക്കുമോ എന്നുള്ള സെൽഫ് ഡൗട്ട് കാരണം ഇത് നിങ്ങൾ മാറ്റി മാറ്റി വയ്ക്കാൻ ശ്രമിക്കാറുണ്ടോ? സെൽഫ് ലവ് ഉണ്ടോ നിങ്ങൾക്ക്? സെൽഫ് ലവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം സമയം മാറ്റി വയ്ക്കാൻ നിങ്ങൾ ബാക്കി എല്ലാവരുടെ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. എന്നാൽ നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ മാറ്റി മാറ്റി വയ്ക്കും. പിന്നെ ചെയ്യാം, എൻ്റേത് തന്നെയല്ലോ, അങ്ങനെ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡേ 1 നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇത്ര ഏരിയയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്റ്റക്കായി നിൽക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഡേ 1 നമ്മൾ ചെയ്ത ചോദ്യം, നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്റ്റക്കായി നിൽക്കുക എന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഏരിയ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ ഏത് ഏരിയയിലാണ്, റിലേഷൻഷിപ്പിലാണോ, കരിയറിലാണോ, മണിയിലാണോ, ഹെൽത്തിലാണോ, നിങ്ങളുടെ സെൽഫ് ലവിലാണോ, നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്റ്റക്കായി നിൽക്കുന്നതെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം എസ് ആണ്, കൂടുതൽ എസ്സുകളാണ് വരുന്നതെങ്കിൽ ആ ഏരിയയിലൊക്കെ നിങ്ങൾ ബ്ലോക്കാണ്. ചിലപ്പോൾ എല്ലാ ഏരിയയിലും ബ്ലോക്ക് ഉള്ളവരുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണ്ടേ? അപ്പോൾ എൻ്റെ ഒപ്പം 21 ദിവസത്തെ ഈ യാത്രയിൽ ജോയിൻ ചെയ്യൂ. നമുക്കൊന്നിച്ച് നമ്മളുടെ ബ്ലോക്കുകളൊക്കെ മാറ്റി പുതിയൊരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. അപ്പോൾ നാളെ രാവിലെ 11:15 കണ്ടുപിടിക്കും. അപ്പോൾ നാളെ രാവിലെ 11:15 ആകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡേ 2 ചലഞ്ചസുമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഡേ 2 ചെയ്യുക എന്നുള്ളത് നാളെ 11:15 ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് കമൻ്റ് ഇടണേ, വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കുമല്ലോ, എനിക്ക് മനസ്സിലാകുമല്ലോ എത്ര പേർ ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതെനിക്കും മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യാനൊരു സന്തോഷമാകും. നിങ്ങൾ ഒത്തിരി പേരൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഒരു മെൻ്റലി ഒരു സന്തോഷം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു. നാളെ രാവിലെ 11:15 കാണാം. ബൈ.